കീം 2024 സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് ഫോർ എഞ്ചിനീയറിങ്ങിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ വർഷം 2024 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് ഏത് കോളേജിൽ എത്ര റാങ്ക് വരെ കയറിയിട്ടുണ്ടെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഗവൺമെൻറ് ആണ് നോക്കുന്നത്, ഗവൺമെൻറ് ടൈപ്പ്. പിന്നെ അല്ലാതെ കുറച്ചും കൂടെ നല്ല കോളേജ് ഏതാണോ അത് പറഞ്ഞുതരാം. ഓക്കെ, സോ ആദ്യം ഉള്ളത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയാണ്. അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഇതിൽ കൊടുത്തിട്ടില്ല. അവിടെ നിങ്ങൾ ഇഴവ കാറ്റഗറി ആണെങ്കിൽ 16,897 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അവിടെ കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ SC ഒക്കെ ആണെങ്കിൽ കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ളത് 49,964 ആണ്. അപ്പോൾ ഈ ഒരു വർഷം ഏകദേശം ഒരു 50,000 റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇടുക്കിയിൽ SC ആണെങ്കിൽ കിട്ടും. ST ആണെങ്കിലും ഏകദേശം ഈ ഒരു റേഞ്ച് ഒരു 51,000 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 5,044 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം ഏകദേശം 5,000 റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GEC കോഴിക്കോട് ECക്ക് അഡ്മിഷൻ കിട്ടും. പിന്നെ നിങ്ങൾ ഇഴവയാണെങ്കിൽ നിങ്ങൾക്ക് 8,553 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 8,500 ഒരു 9,000 വരെ കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ മുസ്ലിംസ് ആണെങ്കിൽ 8,253 ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം ഏകദേശം ഒരു 8,500 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് അഡ്മിഷൻ കിട്ടും. ഇനി SC ST ഒക്കെ ആണെങ്കിൽ SC ആണെങ്കിൽ കഴിഞ്ഞ വർഷം കയറിയുള്ളത് 38,027 ആയിരുന്നു. അപ്പോൾ ഈ വർഷം ഒരു 38,39 ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ST ആണെങ്കിൽ 52,000 ഒക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GC കോഴിക്കോട് കിട്ടും. അടുത്തത് GC കണ്ണൂരാണ്. അവിടെ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിട്ടുള്ളത് 5,041 ആണ്. അപ്പോൾ ഈ വർഷം ഏകദേശം ഒരു 5,000 റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GC കണ്ണൂർ കിട്ടും. ഇനി നിങ്ങൾ ഇഴവയാണെങ്കിൽ നിങ്ങൾക്ക് 6,494 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറിയുള്ളത്. സോ ഒരു 6,500 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം കിട്ടും. ഇനി SC ST ആണെങ്കിൽ ഒരു 34,527 ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷം കയറിയത്. അപ്പോൾ ആ ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ കിട്ടും. ST 36,033 ആയിരുന്നു. അപ്പം നിങ്ങൾ ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GC കണ്ണൂർ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ RIT കോട്ടയമാണ്. RIT കോട്ടയം 4,137 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ള സ്റ്റേറ്റ് മെറിറ്റിലെ ലാസ്റ്റ് റാങ്ക്. സോ ഒരു 4,000 ഒരു 5,000 താഴെ ഒരു 4,500 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് RIT കോട്ടയത്ത് ECക്ക് കിട്ടും. ഓക്കെ, അവിടെ SC ST ആണെങ്കിൽ 21,701 ആണ് SC കഴിഞ്ഞ വർഷം കയറിയുള്ളത്. അപ്പോൾ ഒരു 21, 22 ഒരു 25 ഉള്ളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് RIT കിട്ടും. ST ആണെങ്കിൽ കഴിഞ്ഞ വർഷം കയറിയുള്ളത് 51,000 ഒരു 52,000 ആയിരുന്നു. അപ്പോൾ ആ ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം കിട്ടാവുന്നതാണ്. അടുത്ത MSc കോതമംഗലമാണ്. അവിടെ കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ള സ്റ്റേറ്റ് മെറിറ്റ് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 3,456 ആണ്. അപ്പം ഒരു 3,500 ഒക്കെ ഉണ്ടെങ്കിൽ MScയിൽ നിങ്ങൾക്ക് ഈ വർഷം അഡ്മിഷൻ കിട്ടും. പിന്നെ നിങ്ങൾ ഇഴവയാണെങ്കിൽ 4,104 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറി. അപ്പോൾ ആ ഒരു റേഞ്ച് റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം കിട്ടാവുന്നതാണ്. SC ST റാങ്ക് വരുന്നത് SC ആണെങ്കിൽ കഴിഞ്ഞ വർഷം 28,176ഉം ST 23,690 ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുകയും കുറയൊക്കെ ചെയ്യും, ഒക്കെ ഡിപ്പെൻസ് ആണ്. കൂടുതലും സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കാരണം സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയായിരിക്കും ഓരോരോ കോളേജും വരിക. പിന്നെ കാറ്റഗറി റാങ്ക് ചിലപ്പം മാറിയെന്ന് വരാം. ഓക്കെ, അത് NSS പാലക്കാടാണ്. അവിടെ 4,983 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറിയുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. ഓക്കെ, സോ അടുത്ത GC പാലക്കാടാണ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലാസ്റ്റ് ഇയർ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 4,589 ആണ്. സോ 4,500 റാങ്ക് അല്ലെങ്കിൽ 4,000 അല്ലെങ്കിൽ ഒരു 5,000 റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GC പാലക്കാട് അഡ്മിഷൻ കിട്ടും. ഓക്കെ, ഇനി GC തൃശ്ശൂരാണ്. GC തൃശ്ശൂർ 1,616 ആയിരുന്നു ECക്ക് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് കയറിയിട്ടുള്ളത്. സോ ഏകദേശം ഒരു 2,000 താഴെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GC തൃശ്ശൂർ എന്തിനു കിട്ടുള്ളൂ? ECക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഇനി TKM കൊല്ലം. TKM കൊല്ലത്ത്
2285 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റിന് കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് റാങ്ക്. സോ ആ ഒരു റേഞ്ച് ഒരു 2300 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് TKM കൊല്ലത്ത് കിട്ടും. സോ അവിടെ അതൊരു ഇതാണ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്. MACയും NSSും അതുപോലെയാണ്. സോ അവിടുത്തെ SC കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 23,321 ആണ്. അപ്പോൾ ഒരു 24,000 ഒക്കെ ഉണ്ടെങ്കിൽ SCക്കാർക്ക് അവിടെ കയറാം. അടുത്തത് GC ബാട്ടൺ ഹില്ലാണ്. ബാട്ടൺ ഹില്ല് 3,727 ആണ് സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം ECക്ക് കയറിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ CET ആണ്. CET വരുന്നത് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് കയറിയിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കയറിയിട്ടുള്ളത് 761 ആണ്. അപ്പോൾ 1000 ബിലോ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CETയിൽ ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അഡ്മിഷൻ കിട്ടുള്ളൂ. അവിടുത്തെ ഇഴവയാണ്, നിങ്ങൾ ഇഴവ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 1000 ആയിരുന്നു അവിടെ കഴിഞ്ഞ വർഷം കയറിയുള്ളത്. മുസ്ലിംസ് ആണെങ്കിൽ 1072. പിന്നെ SC ആണെങ്കിൽ 10,000ഉം ST ആണെങ്കിൽ 42. അതായത് SC STയുടെ റാങ്ക് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് ഡിപ്പെൻസ്. പിന്നെ GC വയനാടാണ്. അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഇതിൽ കൊടുത്തിട്ടില്ല. അവിടുത്തെ നിങ്ങൾ ഇഴവ കാറ്റഗറി ആണെങ്കിൽ 17,000 ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടും. SC ആണെങ്കിൽ ഒരു 50,266 ആയിരുന്നു കഴിഞ്ഞ വർഷം കയറി. അപ്പോൾ ആ ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ ഈ വർഷം കയറാം. 51,952 ആയിരുന്നു STക്കാർ കഴിഞ്ഞ വർഷം കയറിയത്. സോ ആ ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറാം. പിന്നെ വേറൊരു നല്ലൊരു കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. LBS നല്ല കോളേജാണ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കണ്ടോ, അവിടെ 2,742 ആണ് ECക്ക് കയറിയത്. അപ്പോൾ അത്യാവശ്യം നല്ല കോളേജാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ അത്രയും റാങ്ക് ഉണ്ടെങ്കിൽ എവിടെ കിട്ടുള്ളൂ? മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. അതൊരു പ്രൈവറ്റ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. പിന്നെ വേറൊരു കോളേജ് ഉണ്ട്, ഗവൺമെൻറ് ഫീസാണ്. ഇപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അത്യാവശ്യം ഫീസ് ഉണ്ട്. പക്ഷേ KMCTയുടെ ചില കോളേജുകൾ, എല്ലാ കോളേജും ഇല്ല, ചില കോളേജുകളിൽ ഗവൺമെൻറ് ഫീസാണ്. അതായത് നിങ്ങൾക്ക് 10,000 അല്ലെങ്കിൽ 2 സെമ്മും കൂടി ഒരു 15,000 റേഞ്ചിലാണ് ഫീസ് വരുന്നത്. KMCTയുടെ ഏത് കോളേജാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഒന്ന് KMCT കോളേജ് ഓഫ് KMCTയുടെ 2-3 കോളേജസ് ഉണ്ട്. അവിടെ ഗവൺമെൻറ് ഫീസിലാണ് വരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ റാങ്ക് ആണെങ്കിലും ഗവൺമെൻറ് ഫീസിൽ അവിടെ അഡ്മിഷൻ കിട്ടാൻ നല്ലതായിരിക്കും. സോ അതൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയൊക്കെ എനിക്ക് ഏകദേശം ഒരുപോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നല്ല കോളേജ് നോക്കിയിട്ട് കൊടുക്കുക. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് നല്ലതാണ്, മുത്തൂറ്റ് നല്ലതാണ്. ഓക്കെ, LBS ഒക്കെ നല്ലതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.